തിരുവനന്തപുരം ആര്യനാട് വയോധികയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി നജീബാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, എപ്പോഴാണ് ഈ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? സെല്ലിൽ തന്നെയാണോ ആത്മഹത്യാശ്രമം ഉണ്ടായത്? പ്രജിൻ, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിതുരയ്ക്കടുത്തുള്ള മലയടി ലക്ഷം വീട് കോളനിയിൽ 69 വയസ്സായ ഒരു വയോധികയെ നജീബ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള പ്രദേശം പറണ്ടോടുകാരനായിട്ടുള്ള യുവാവ് വീട്ടിൽ കയറി പീഡിപ്പിച്ചത്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്ത്രീയുടെ നിലവിളി കേട്ട് നാട്ടുകാരടക്കം ഓടിയെത്തുകയും ഇയാളെ പിടികൂടുകയും തുടർന്ന് ആര്യനാട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വയോധികയ്ക്ക് സാരമായ പരിക്കുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ്. ഈ ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇയാളെ സെല്ലിലടച്ചിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്, ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ സെല്ലിൽ വെച്ചാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതായത് അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എടുത്തതിനു ശേഷം കഴുത്തിലും ഒപ്പം കാലിലും കെട്ടിയതിനു ശേഷം തറയിൽ ഇരുന്നു കൊണ്ട് വലിച്ചു മുറുക്കി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് അപ്പോൾ തന്നെ സെല്ല് തുറന്ന് പോലീസ് അകത്തേക്ക് കയറുകയും ഇടപെടുകയും ചെയ്തു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. തുടർന്ന് വെള്ളമൊക്കെ കൊടുത്തു. ഇയാൾക്ക് ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടില്ല. ഈ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ആശുപത്രി, ആര്യനാട് ആശുപത്രി. അവിടെ നിന്ന് ഡോക്ടർമാരെ ഒക്കെ തന്നെ എത്തിച്ചൊരു പരിശോധന നടത്തി എന്നുള്ളതാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ കാട്ടാക്കട ഡിവൈഎസ്പി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രജിത്ത്, ശരി. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.